ത്രിവർണ്ണ ശോഭയിൽ രാജ്യം. 79ാമത് സ്വാതന്ത്ര്യദിനം ആഘോഷിച്ച് ഇന്ത്യ. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ചെങ്കോട്ടയിലെത്തി പതാക ഉയർത്തി. ഡൽഹിയിൽ വൻ സുരക്ഷ. തിരുവനന്തപുരം സെൻട്രൽ സ്റ്റേഡിയത്തിൽ കേരള മുഖ്യമന്ത്രി പിണറായി വിജയൻ പതാക ഉയർത്തി. ആഘോഷങ്ങൾക്ക് തുടക്കമായി. തദവസരത്തിൽ പുനലൂർ ഉപജില്ലയിലെ GHS വലിയകാവിലെ കുരുന്നുകളുടെ ആഘോഷങ്ങളിലേക്ക്. वतन वतन मेरे आबाद रहे तू, वतन वतन मेरे आबाद रहे तू, मैं जहाँ रहूँ जहाँ मैं याद रहे तू, मैं जहाँ रहूँ जहाँ मैं याद रहे तू, ऐ वतन मेरे वतन. ഞങ്ങൾക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ എന്ന് അവർ വിചാരിക്കും. പക്ഷേ നമ്മൾ പലപ്പോഴും ആലോചിക്കുക, ഇത് വളരെ കഷ്ടപ്പെട്ട് നേടിയ സ്വാതന്ത്ര്യമാണ്. അപ്പം നമുക്കെന്താണ്, നമ്മളെ ആര് ഭരിക്കണം എന്നുള്ള ആ ഒരു ഇതൊന്നും ഇല്ലായിരുന്നു. ഏകദേശം 10% ആൾക്കാർക്ക് മാത്രമായിരുന്നു ബ്രിട്ടീഷ് റൂൾ പോകുന്ന സമയത്ത് വോട്ടേഴ്സ് അവകാശം ഉണ്ടായിരുന്നത്. അതിൽ നിന്ന് ഇവിടെ ആർക്ക് 18 വയസ്സ് കഴിയുന്നു അവരെല്ലാവരും വോട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പം നമ്മൾ ശരിയായിട്ടുള്ള തീരുമാനങ്ങളൊക്കെ നമ്മളെ ആര് ഭരിക്കണം എന്ന് നമ്മൾ തീരുമാനിക്കും. അപ്പോൾ ഇതൊക്കെയാണ് നമ്മൾക്ക് കിട്ടിയ ഈ സ്വാതന്ത്ര്യം എന്ന് പറയുന്നത്. അപ്പോൾ അല്ലാതെ ഒരു ഹോളിഡേ ആണല്ലോ, ആഗസ്റ്റ് 15 എന്ന് പറഞ്ഞാൽ ഹോളിഡേ ആണ്, അങ്ങനെയല്ല. നിങ്ങളൊരു അവധി ദിവസമൊന്നല്ല ഇതിനെ കണക്കാക്കേണ്ടത്. നമ്മൾ ഓർക്കേണ്ട ആൾക്കാരെ ഓർക്കുന്നു, അത് എത്രമാത്രം വിലമതിച്ചതാണ് സ്വാതന്ത്ര്യം എന്ന് തിരിച്ചറിയുന്നു. അങ്ങനെയുള്ള ഒരു ദിവസമാണ്. അപ്പോൾ ഈ ഒരു 79ാമത് സ്വാതന്ത്ര്യദിന സന്ദേശം എനിക്ക് പറയാനുള്ളത്, നിങ്ങൾക്ക് ഇടയ്ക്കെങ്കിലും ചരിത്രങ്ങളുടെ പഠിക്കാനുണ്ട്, ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനുണ്ട്. അപ്പോൾ കൂടുതൽ പുസ്തകങ്ങൾ വായിക്കണം. കൂടുതൽ ഇതിൽ പ്രവർത്തിച്ച ആൾക്കാരുടെ വിയർപ്പ് അറിയണം, രക്തം അറിയണം, ഒക്കെ നമ്മൾ അറിയേണ്ടതുണ്ട്. അപ്പോൾ ഇടയ്ക്കൊക്കെ ഒന്ന് വായിച്ചൊക്കെ നോക്കുക, ആ ഒരു ഫീല് നിങ്ങൾക്ക് മനസ്സിലാകും. അപ്പോൾ ജയ് ഹിന്ദ്. ആഗസ്റ്റ് 15 നമ്മുടെ രാജ്യം ബ്രിട്ടീഷ് ഭരണത്തിൽ നിന്നും സ്വാതന്ത്ര്യം നേടി നമ്മുടെ സ്വാതന്ത്ര്യത്തിനായി പോരാടിയവരെ നാം ഈ അവസരത്തിൽ സ്മരിക്കേണ്ടതാണ്. ഇന്ത്യയുടെ ചരിത്രത്തിലെ സുവർണ അധ്യായമായ ഈ I can see corn, the color of wheat, and a